PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ജൂനിയർ അസിസ്റ്റൻ്റ് ഓർ ക്ലർക്ക് ഓർ LD ക്ലർക്ക് തസ്തികയിൽ വരുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിരുന്നു ഇന്നലത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കവർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ജോഡി പോങ് ഡാം ചമ്പൽ, മേട്ടൂർ ഡാം കാവേരി, തെഹ്രി ഡാം ഭഗീരഥി നദി, ജവഹർ സാഗർ ഡാം ബിയാസ്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ജോഡികളാണ് ശരിയായ ജോഡി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ജോഡി 1 ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, അതുപോലെ രണ്ടാമത്തെ ജോഡി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, പിന്നെ 4ാമത്തെ ജോഡി ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. എന്നാൽ തെറ്റേതാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം എന്നുള്ളത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. 13ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയി പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. പ്രസ്താവന 2, ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. പ്രസ്താവന 3, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന 1, തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. പ്രസ്താവന 2, ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. പ്രസ്താവന 3, ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. ഇതിൻ്റെയും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാ പ്രസ്താവനയും ശരിയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1, ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. പ്രസ്താവന 2, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രസ്താവന 1 ശരിയാണ്, പക്ഷെ 2 ശരിയല്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക എന്നാണ്. ലിസ്റ്റ് 1-ൽ വരുന്നത് മയൂർഭഞ്ച്, കോലാർ, റാണിഗഞ്ച്, മലഞ്ച്ഗഡ്. അപ്പോൾ ഇവിടെ ലിസ്റ്റിൽ 1-ൽ കൊടുത്തേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ൽ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് മയൂർഭഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൽക്കരി അല്ല, കോലാറിൽ ചെമ്പല്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ എഴുതണം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തെ മയൂർഭഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് ഇരുമ്പ്, ഡി ആണ്. കോലാറിൽ സി സ്വർണം, റാണിഗഞ്ചിൽ എ കൽക്കരി, മലഞ്ച്ഗഡിൽ ബി ചെമ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. എന്താണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ്. 1ാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. പ്രസ്താവന 2, സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. പ്രസ്താവന 3, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇതിലേത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്ന് നോക്കുക.
ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ബി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. ഓപ്ഷൻ സി. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഓപ്ഷൻ ഡി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്നത് ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ പ്രസ്താവന, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 20 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.